ഹലോ ഗൈസ്, ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ നമ്മുടെ MM540 armada ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ബ്രേക്കത്തെ സിലിണ്ടർ കേട്ടോ. നോർമലി ഇതൊക്കെ ജാമായി നമ്മളിത് റീപ്ലേസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പം എന്താ പറയുക, TVS ഗിർലിങ്ങിൻ്റെ ഇവൻ്റെ തന്നെ പാർട്ട് നമ്പറും ഇത് നമുക്ക് കാട്ടുന്നുണ്ട്. 640 റുപ്പീസ്, അറൗണ്ട് 640 റുപ്പീസ് ഉണ്ട് ഈ പ്രോഡക്റ്റിന്. പക്ഷേ ഈ ഓരോ സമയത്ത് ഇത് ലീക്കാവുമ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ബുഷ് പോയിട്ടാകുമ്പോൾ ലീക്കാവുക, അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ട് അവിടെ എന്താ പറയുക സ്കോറിങ് ആയിട്ട് ആ ബുഷ് പോവും, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മളത് ഫുൾ കംപ്ലീറ്റ് മാറ്റണം എന്ന് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ടാവില്ല ഓരോ സമയത്ത്. അപ്പം നമ്മൾ വെറുതെ അത് കംപ്ലീറ്റായി മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്താൽ മതി. ഡിസംബിൾ ചെയ്തിട്ട് ഈ ബുഷ്, ഈ റബ്ബർ ബുഷ് മാറ്റിയാൽ മതി കേട്ടോ. ഇത് എങ്ങനെ ക്ലീനായിട്ടൊന്നും ഉണ്ടാവില്ല എല്ലാവരുടെയും. എന്താ പറയുക, ചളി ഇതൊക്കെ നിറഞ്ഞ് ഇവിടെ ചളി ഇതൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇത് വന്നിട്ട് റസ്റ്റ് പറഞ്ഞിട്ട് ജാമായിരുന്നതാണ്. ഇങ്ങനത്തത് എന്താ പറയുക, ഇത് വന്നിട്ട് അതിന് ജാമായിരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ ഇട്ട് തിരിച്ചാലും, എക്സാമ്പിൾ ഇപ്പോൾ നോർമലായി നന്നായുള്ളൊരു സാധനം നിങ്ങളിങ്ങനെ വെച്ചിട്ട് ഇതിനെ തിരിച്ചാൽ തിരിയും, പക്ഷെ ജാമായത് തിരിയൂല. ശരി, അപ്പം എന്നാൽ കുറച്ചെങ്കിലും ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജാമായത് ഫ്രീ ആവുമല്ലോ എന്നിട്ട് വൈസിലിട്ട് അമർത്തിയാലും ടൈറ്റ് ചെയ്താലും ബെഞ്ച് വൈസിൽ ഇത് അമരൂല, കംപ്രസ് ആവില്ല, അത്രയ്ക്ക് ജാമായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന സാധനം റീസെൻ്റായിട്ട് ഓൺലൈനിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ഗ്രീസ് നിപ്പോൾ ഇട്ടിട്ട് ഗ്രീസ് പമ്പ് വരുമല്ലോ, ആ സാധനം വെച്ചിട്ട് ഗ്രീസ് ഉള്ളിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരും. ഗ്രീസ് നിപ്പിൾ ഉണ്ടോ? ഇങ്ങനത്തെ ഗ്രീസ് നിപ്പിളുണ്ട്. നമ്മളിവിടെ ലീവ് സ്പ്രിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് വരുമല്ലോ, അതിൻ്റെ ഈ സൈസ് തന്നെയാണ്. അങ്ങനെ രണ്ടിതിനും നിപ്പിളുണ്ട്. അല്ലെങ്കിൽ ഒന്നിന് അതിൻ്റെ മാമൂലി ക്ലോസ് ചെയ്യണ സാധനം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഓക്കെ. ഗ്രീസ് നിപ്പിൾ ഇട്ടിട്ട് നിങ്ങൾ ഗ്രീസ് ഇവിടെ പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് 220 അതിൻ്റെ മേലേക്കുള്ള ഏത് ഫൈൻ ഗ്രിറ്റുള്ള സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇതിനെ കുറച്ച് എന്താ പറയുക, കെറോസിനോ അല്ലെങ്കിൽ ഡീസൽ കുറച്ച് സാൻഡ് പേപ്പറിലാക്കിയിട്ട് ഇത് കുറച്ച് അരച്ച് സ്മൂത്താക്കുക. അപ്പോൾ ഇതൊന്ന് ഫുൾ സ്മൂത്ത് ഉണ്ട്, ഇതേപോലെ സ്മൂത്ത് ഉണ്ടാവണം, റഫ് എഡ്ജസ് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഇത് അയച്ചിട്ടുണ്ടാവില്ല, ഇത് അയച്ചത് അവിടെയും സാൻഡ് പേപ്പറിനെ കൊണ്ടൊന്ന് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുക, സ്മൂത്തായി പോകുന്നുണ്ട്, എവിടെയും ഇതില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ വാക്യൂമിൻ്റെ? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് ലീക്ക് ആവില്ല. ഇത് പുതിയത് ഇടണം. ഇത് പുതിയതിന് സർവീസ് കിറ്റ് കിട്ടും. TVS ഗിർലിംഗ് തന്നെ ഇങ്ങനത്തെ ഒരു സർവീസ് കിറ്റ് ഉണ്ട്, മൈനർ സർവീസ് കിറ്റ്. പാർട്ട് നമ്പർ ഇവിടെ മെൻഷൻ ആയിട്ടുണ്ട്. MRP 55 റുപ്യ, 55 റുപ്യേ ഉള്ളൂ. അത് 650 റുപ്യുണ്ട് അസംബ്ലിക്ക്. അസംബ്ലി എല്ലാ പ്രാവശ്യം മേടിക്കണം എന്നില്ല. അസംബ്ലി ഇത് ഫുള്ള് പോയി ഇങ്ങനെ വാക്യൂം കിട്ടുന്നില്ല, ലീക്ക് ആവുന്നുണ്ട്, നിങ്ങളിത് മാറ്റിയാലെന്ന് പറഞ്ഞാൽ മാത്രം മേടിച്ചാൽ മതി. ഇത് 55 റുപ്യേ ഉള്ളൂ. അത് ഇതിൽ മേടിച്ചത് 40 റുപ്യ, 35 റുപ്യയാണ് ബോർഡ് മോല് മേടിച്ചത്. അപ്പോൾ ഒരുമിച്ച് കുറച്ച് 4-5 മേടിച്ചിരുന്നു, ഫ്രീ ഡെലിവറി ഉണ്ടായിരുന്നു. എനിക്ക് 35-40 റുപ്യ വീടും. ഇതിപ്പോൾ ഒരു പാക്കറ്റിൽ ഞാൻ 2 വരും. ഈ ഇതിൻ്റെ ഇതൊന്ന് ഇവിടെ ഇടാനുള്ള ഒന്ന്, പിന്നെ ഇതിൻ്റെ മേലെ ഇടാനുള്ള ഒരു കവറൊന്ന്. ഈ സാധനം ഇടുന്ന സമയത്ത് എക്കാരണത്താലും സ്ക്രൂ ഡ്രൈവർ ഒന്നും ഉപയോഗിക്കാൻ പാടുന്നില്ല. അയക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പക്ഷെ ഇടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല. എന്താണ്, അത് റബ്ബർ ഡാമേജ് ആവും. പിന്നെ ഇതിടുമ്പം ഇതങ്ങനെ ഈ ഓപ്പൺ ഉണ്ടല്ലോ, ഇത് വന്നിട്ട് ഉള്ളിലേക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇവിടെ ഈ പുഷിനും ഇവിടെയും കുറച്ച് പരറ്റുക. അത് കഴിഞ്ഞിട്ട് അതേപോലെ ഇവിടെയും തേക്കുക.
സ്പ്രിംഗ് ഇടാൻ മറക്കരുത്. വാക്യൂം ശ്രദ്ധിച്ചോളി കേട്ടോ. സോ ടൈറ്റ് ഉണ്ട്. ഈ റബ്ബർ പുഷ് ഇടുമ്പോൾ നമുക്ക് അവിടുന്ന് ബ്രേക്ക് ഫ്ലൂയിഡ് വന്നിട്ട് തള്ളുമ്പോൾ ഇത് ഈ ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ എക്സ്പാൻഡ് ആവും. സോ ടൈറ്റായിട്ട് ഇവിടെ അടഞ്ഞു നിൽക്കും. സോ ലീക്ക് ആവുന്ന ചാൻസസ് ഉണ്ടാവില്ല. 99% ലീക്ക് ആവില്ല. റബ്ബർ ബുഷ് നന്നായിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് സാൻഡ് ആയിട്ടുണ്ടെങ്കിൽ ലീക്കൊന്നും ആവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ സപ്പോസ് അങ്ങനെ ലീക്ക് ആയാലും ഒരു കുറച്ച് ഇത് വേറെ ഇവിടെ നിൽക്കും, പുറത്തേക്ക് നിങ്ങളുടെ ബ്രേക്ക് ലൈനറിലേക്ക് വരില്ല ഓയിൽ. അതിന് വേണ്ടിയിട്ടാണ് ഇതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം നിങ്ങൾക്ക് ഓയിൽ ബ്രേക്ക് ലൈനറിലേക്ക് വരില്ല. വെറുതെ ഇത് എന്താ പറയുക, ഈ ഫുൾ അസംബ്ലി മേടിക്കേണ്ട ആവശ്യമില്ല. നോർമലി ഇത് കിട്ടുന്ന സാധനം കിട്ടുന്നതാണ്. ഇതെന്താ പറഞ്ഞാൽ ഇത് എൻ്റെ അനുഭവമാണ്. കുറേ ഞാൻ കർണാടകയിൽ ഉള്ളത്, ചാമരാജനഗർ എന്നൊരു പ്ലേസിലാണ്. അവിടെ അവർ പറഞ്ഞത് ഇതിൻ്റെ ഈ അസംബ്ലി പോലും ഇപ്പം മാനുഫാക്ചറിങ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാം പഴയ സ്റ്റോക്കാണ്, കിട്ടൂല എന്നാണ്. ഇത് മൈനർ സർവീസ് കിറ്റാണ്. ഇതിപ്പം മാനുഫാക്ചർ ആയത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ്. ഒരു 6 months കൂടി ഞാൻ ആയിട്ടില്ല ഇത് മാനുഫാക്ചർ ആയിട്ട്. പക്ഷേ എനിക്ക് തന്ന അസംബ്ലി 2017 ആണ്. സോ ഇവർ കൊണ്ടുവരിക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ ഇവർക്ക് സപ്ലൈ ചെയ്യുന്നൊരു സ്റ്റോക്ക് പഴയതിന് വിറ്റ് കാര്യമാക്കാമെന്ന് പറയും. പക്ഷേ ഈ ടി വി എസ് ഗർലിങ്ങിൽ ഇവർ ഇപ്പോഴും മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മൈനർ സർവീസ് കിറ്റാണ്.